ആവർത്തന പുസ്തകം 32:4. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ഭക്തനായ മോശയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അടുത്ത് വരുമ്പോൾ മോശയെ ദൈവം നൽകുന്ന നിയോഗപ്രകാരം ഇന്നലകളിൽ ദൈവം ഇസ്രായേലിനെ നടത്തിയ സകല അനുഭവങ്ങളെയും അവരോട് വിവരിച്ചു പറഞ്ഞതിനനന്തരമായി ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ അനുഗ്രഹിച്ച് കൽപ്പനകളെ അവർക്ക് നൽകുമ്പോൾ ദൈവം മോശയുടെ അടുക്കൽ പറഞ്ഞു, മോശേ, നീ ഒരു പാട്ടെഴുതി ഈ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കണം. ആ പാട്ടവർ പാടി പാടി എന്നെക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കട്ടെ. അങ്ങനെ മോശ ജനത്തെ പാടി പഠിപ്പിച്ച ഒരു പാട്ടാണ് 32-ാം അധ്യായം. 32-ാം അധ്യായത്തിങ്കിലേക്ക് നാം കടന്നു വന്നാൽ പ്രധാനമായി അതിന് 4 ഭാഗങ്ങൾ കാണുവാൻ കഴിയും. അതിൻ്റെ പ്രാരംഭത്തിങ്കിലെ 4 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ അതിൻ്റെ 5 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങളിൽ ഈ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനം ദൈവത്തെ മറന്നുപോകുന്ന അനുഭവങ്ങൾ അവിടെ വിവരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ 19 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പിതാവിനെ പോലെ തന്നെ മറന്ന് പിന്തിരിഞ്ഞു പോകുന്ന ജനത്തെ ന്യായം വിധിക്കുന്ന, അവരെ കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ അവിടെ കാണുവാൻ കഴിയും. എന്നാൽ അവസാനത്തെ 36 തുടങ്ങി 47 വരെയുള്ള 10 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇസ്രായേലിലേക്ക് കരുണയോടെ മടങ്ങി വന്ന് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തെ കാണുവാൻ കഴിയും. ഇനിയും അതിനെ കോണ്ടെക്സ്റ്റ് വൈസിൽ തിരിച്ചാൽ 3 ഭാഗങ്ങൾ അതിനകത്ത് കാണുവാൻ കഴിയും. തിയോളജി, ദൈവത്തെക്കുറിച്ച് അതിനകത്ത് വിവരിക്കുകയാണ്. 2 ഇസ്രായേലിൻ്റെ ചരിത്രത്തെ പറയുകയാണ്, ഹിസ്റ്ററി. 3 മെസ്സിയാനിക് പ്രൊഫസി, നാളുകളിൽ മശിഹ അവരുടെ മേൽ ഇറങ്ങി വരുമെന്നുള്ള പ്രവചനത്തെ വിളിച്ചു പറയുകയാണ്. ഇങ്ങനെ 3 മനോഹരമായിരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു മോശയുടെ പാട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ മോശയുടെ പാട്ടിനകത്ത് 4-ാം വാക്യമാണ് നാം വായിച്ചത്. ഈ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ 7 സ്വഭാവങ്ങളെയാണ് അവിടെ പറയുന്നത്. ആ ദൈവത്തിൻ്റെ 7 സ്വഭാവങ്ങളിൽ 4-ാമത്തെ വിഷയത്തെയാണ് ഇന്ന് നാം ധ്യാനിപ്പാൻ പോകുന്നത്. എന്നാൽ ആ 7 ദൈവത്തിൻ്റെ 7 സ്വഭാവങ്ങൾ അവിടെ പറയുകയാണ്. ഒന്നാമതായി പറയുകയാണ്, ദൈവം പാറയാകുന്നു. രണ്ടാമതായി പറയുകയാണെന്നോ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത്യുത്തമമാകുന്നു. മൂന്നാമതായി പറയുകയാണ്, ദൈവത്തിൻ്റെ വഴികൾ ന്യായമാണ്. 4-മത്തേതായി പറയുകയാണ്, ദൈവം വിശ്വസ്തതയുള്ളവനാണ്. 5, ദൈവം വ്യാജമില്ലാത്തവനാണ്. 6, ദൈവം നീതിയുള്ളവനാണ്. 7, ദൈവം നേരുള്ളവനാണ്, പരമാർത്ഥതയുള്ളവനാണ്. പിന്തിരിഞ്ഞ് നോക്കുന്ന മരുഭൂമിയെ നോക്കിയിട്ട് മോശ പറയുകയാണ്, ദൈവം ഒരു പാറയാണ്. എന്താണ് ദൈവം പാറയെന്ന് പറയുവാൻ കാരണം? മരുഭൂമിയിൽ നീണ്ട 40 സംവത്സരങ്ങൾ സഞ്ചരിച്ചപ്പോൾ ബലമേറിയതുപോലെ തോന്നുന്ന ഭീമാകാരമായിരിക്കുന്ന മൺകൂനകളെ താൻ കണ്ടു. എന്നാൽ ഒരു കാറ്റ് കഴിഞ്ഞ് അടുത്ത കാറ്റിന് മുൻപേ താൻ അതിനെ നോക്കുമ്പോൾ ആ മൺകൂനകളുടെ രൂപം മാറിയതും അതിൻ്റെ ഷേപ്പ് മാറിയതിനെയും താൻ കണ്ടു. മോശ രൂപം മാറുന്ന മരുഭൂമിയിലെ മണൽക്കൂനകളെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം സമയം വരുമ്പോൾ മാറിപ്പോകുന്ന നേരഭേദമുള്ള ഒരു മൺകൂനയല്ല, എൻ്റെ ദൈവം പാറയാണ്. ഏത് കാറ്റടിച്ചാലും മൈ ഗോഡ് ഈസ് അൺചേഞ്ചിങ് ഗോഡ്, എൻ്റെ ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. മാത്രമല്ല, മരുഭൂമിയിൽ ദൈവം ഇസ്രായേലിനെ നടത്തിയപ്പോൾ ഒക്കെയും അവരുടെ അടുക്കൽ പറഞ്ഞു, നീ കൂടാരമടിച്ച് താമസിക്കണം. എന്താണ് കൂടാരമടിച്ച് താമസിക്കുവാൻ ദൈവം അവരോട് പറഞ്ഞത്? അവിടെ ഒരു വീട് പണിയാൻ കഴിയുകയില്ല. കാരണം മണലാരണ്യത്തിൽ വീട് പണിതാൽ വീട് നിലനിൽക്കുകയില്ല, അത് തകർന്നു പോകും. ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം നിനക്കുണ്ടാവുകയില്ല. കാരണം ഇത് മൺകൂനയാണ്. മൺകൂനയിൽ വീട് പണിയുവാൻ കഴിയാത്ത, ഉറപ്പില്ലാത്ത സ്ഥാനത്തെ നോക്കിയിട്ട് മോശ പറഞ്ഞു, ഈ മരുഭൂമി എനിക്ക്, ഈ ലോകം എനിക്ക് കാലൂന്നി നിൽക്കുവാൻ, എൻ്റെ കുടുംബത്തെ പണിതുയർത്തുവാൻ കഴിയാത്ത, എൻ്റെ കുഞ്ഞുങ്ങളെ പണിതുയർത്തുവാൻ കഴിയാത്ത, എൻ്റെ ജീവിതത്തെ പണിതെടുക്കുവാൻ കഴിയാത്ത ഒരു മണലാരണ്യം പോലെ തോന്നുമ്പോൾ എനിക്ക് പണിയുവാൻ തക്കവണ്ണം, അടിസ്ഥാനമിട്ട് കയറി വരുവാൻ തക്കവണ്ണം എനിക്കൊരു പാറയുണ്ട്. എൻ്റെ ഗ്രഹം പണിയുവാൻ, എൻ്റെ കുടുംബം പണിയുവാൻ, എനിക്ക് പണിതെടുക്കപ്പെടുവാൻ എനിക്കൊരു പാറയുണ്ട് എന്ന് പറയുകയാണ്. 3, മോശ തിരിഞ്ഞു
തിരിഞ്ഞ് മരുഭൂമിയിലേക്ക് നോക്കിയാൽ മരുഭൂമിയിൽ വെള്ളമില്ലാതെ അലഞ്ഞ കാലങ്ങളിലൊക്കെ മോശയ്ക്ക് വെള്ളം നൽകപ്പെട്ടത് എവിടെ നിന്നാണെന്നറിയാമോ? പാറയിൽ നിന്നാണ്. അവൻ മരുഭൂമിയിൽ തകർന്നു വീഴാതെ തളർന്നു പോകാതെ അവന് ജീവജലം നൽകിയത്, അവൻ്റെ ഉഷ്ണത്തിൽ അവന് തണുപ്പ് നൽകിയത്, അവൻ്റെ പ്രാണനെ തണുപ്പിച്ചത് അവൻ കണ്ട പാറയാണ്. മുൻപ് പുറഭാഗം നോക്കിയാൽ തീ പോലെ പൊള്ളുന്ന പാറയ്ക്കകത്ത് അവനെ തണുപ്പിക്കുന്ന വെള്ളത്തെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ദൈവം പാറയാണ്. മരുഭൂമിയുടെ ജീവിത അനുഭവങ്ങളിൽ എനിക്ക് വെള്ളം തരുവാൻ, എന്നെ തണുപ്പിക്കുവാൻ, എന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, എനിക്ക് ചൈതന്യം വരുത്തുവാൻ എനിക്ക് വെള്ളം തരുന്ന ഒരു പാറയാണവൻ. വീണ്ടും പറയുകയാണ്, എൻ്റെ ദൈവം എന്ത് പ്രവർത്തിച്ചാൽ ഏറ്റവും ഉത്തമമായതേ എനിക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് പൂർണ്ണതയുള്ളതായിരിക്കത്തില്ല. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഏറ്റവും അത്യുത്തമമായതേ ചെയ്യത്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് നിൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതാൻ കഴിയുക, അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിയുക, അവർക്ക് വേണ്ടി 2 ഏക്കർ വസ്തു മേടിച്ചിടാൻ കഴിയുക, അവർക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് പണിത് ഉയർത്താനൊക്കെ കഴിയുക, നിനക്ക് അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ നീ ചെയ്യുന്നത് നിൻ്റെ ബുദ്ധിയിൽ ഉത്തമമായിരിക്കുക. പക്ഷേ എനിക്കൊരു ദൈവമുണ്ട് കേട്ടോ, അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി കരുതുന്നത് പോലെ ഉത്തമമായതല്ല, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി കരുതുന്നത് പോലെ ഉത്തമമായതല്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നത് അത്യുത്തമമായതാണ്. അതിൻ്റെ മീതെ കയറ്റിപ്പണിയാൻ ഒന്നുമില്ലെന്നേ. എൻ്റെ ദൈവം ഒരിക്കലും തൻ്റെ പ്രവർത്തികളിൽ ആമേൻ ഒന്നിലും കുറഞ്ഞു പോയെന്ന് വരികയില്ല. ഇന്നലകളിൽ ശത്രുവിനെ തകർത്തതിനെ ഓർത്ത്, ഇന്നലകളിൽ മന്നയും കാടയും നൽകി പോഷിപ്പിച്ചതിനെ ഓർത്ത്, ഇന്നലകളിൽ ജീവജലം നൽകിയതിനെ ഓർത്ത്, ഇന്നലകളിലെ പരിപാലനങ്ങളെ ഓർത്തിട്ട് മോശ പറയുക, അവൻ ചെയ്ത ഒന്നിനകത്തും കുറവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓൾ ഹിസ് വർക്ക് ഇസ് പെർഫെക്റ്റ്. അതിനോട് ചേർത്തൊന്ന് ഓൾട്ടർ ചെയ്യാൻ, അതിനോട് ചേർത്തൊന്ന് ആണിയടിക്കാൻ, അതിനോട് ചേർത്തൊരു ആക്സസറി വെക്കാൻ എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് 1 കോടി രൂപ കൊടുത്ത് നിങ്ങളൊരു കാർ വാങ്ങിയാൽ കാർ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ പറയുക, ഞങ്ങൾ ഇതിൻ്റെ കൂടെ 3-4 ആക്സസറീസും കൂടെ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാമെന്ന്. 1 കോടി രൂപ കൊടുത്തൊരു വണ്ടി വാങ്ങിയാൽ അത് പൂർണ്ണമല്ല, അത് പെർഫെക്റ്റ് അല്ല. അതിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്താലേ, ആക്സസറി ചേർത്താലേ മനോഹരമാകത്തുള്ളൂ. പക്ഷേ എൻ്റെ ദൈവം കോടി മൂല്യമുള്ളതിനെ എനിക്ക് നൽകുമ്പോൾ എനിക്കതിനോടൊന്നും ആക്സസറീസ് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. അവൻ പെർഫെക്റ്റ് ആയിട്ടുള്ളതിനെ മാത്രമേ എനിക്ക് തരികയുള്ളൂ. മോശ പിന്തിരിഞ്ഞ് നോക്കിയിട്ട് പറയുകയാ, അവൻ്റെ വഴികൾക്കകത്തൊക്കെ ന്യായമുണ്ട്. ഫെലിസ്ത്യരുടെ ദേശത്തിന് സമീപത്ത് കൂടെയുള്ള വഴി ഒത്തിരി എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ദൈവം മിഗ്ദോലിനും കടലിടുക്കിനും മധ്യേയുള്ള ചെങ്കടലിൻ്റെ തീരത്തെന്നെ കൊണ്ടിട്ടപ്പോൾ എല്ലാം അവസാനിച്ച് എന്തിനെൻ്റെ ദൈവമേ ഈ വഴിയിൽ എന്നെ നടത്തുന്നുവെന്ന് കരുതിയപ്പോൾ 3 ദിവസം വെള്ളം കിട്ടാതെ അലഞ്ഞു നടന്ന മരുഭൂമിയിൽ ഞാൻ ആശങ്കപ്പെട്ടപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ എന്തിന് ഈ വഴി നടത്തുന്നുവെന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ഒത്തിരി ആശങ്കപ്പെട്ടിട്ടുണ്ട്. എന്നെ തള്ളിയിട്ട് കൊല്ലാനാണോ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതെന്നൊക്കെ. പക്ഷെ നീണ്ട സംവത്സരങ്ങളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ വഴികൾ പലതും ദുർഘടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലൊക്കെ ദൈവത്തിനൊരു ന്യായമുണ്ടായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നീ കടന്നു പോകുന്ന വഴിയുടെ മുമ്പിൽ ഒരു ന്യായമുണ്ട്. നിന്റെ ദൈവം നിന്നെ അന്യായമായ ഒരു പാതയിൽ കൂടി നടത്തത്തില്ല. ദൈവം ന്യായമുള്ളവനാണ്. അടുത്തത് പറയുകയാണ്, ദൈവം വിശ്വസ്തതയുള്ളവനാണ്. ഞാൻ അതിലേക്ക് സാവകാശം കടന്നു വരാം. അടുത്തതായി 5ാമത് മോശ പറയുകയാണ്, എൻ്റെ ദൈവം വ്യാജമില്ലാത്തവനാ. അത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. മരുഭൂമിയിൽ ഇങ്ങനെ ദാഹത്തോടുകൂടി കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ മരുഭൂമിയിൽ എപ്പോഴും ഒരു മരീചികയെ കാണുവാൻ കഴിയുക. അപ്പോൾ ഒരു മനസ്സിനകത്തൊരു ആശ്വാസം വരിക. 500 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തടാകമുണ്ടായിരിക്കുക, അവിടെ ഒരു വെള്ളം കാണുന്നു. എന്നാൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ഉഷ്ണത്താൽ മണലാരണ്യത്തിൽ നിന്ന് തീ പോലെ ഇങ്ങനെ ചൂട് പൊള്ളുമ്പോൾ അന്തരീക്ഷം അവനെ വ്യാജത്താൽ കബളിപ്പിക്കുകയാണെന്ന് മരുഭൂമിയിൽ സഞ്ചരിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു. എന്നാൽ മോശ ഒരു കാര്യം പറഞ്ഞു, മുന്നോട്ട് പോകുമ്പോൾ നാളെ എന്ന് പറയുന്ന ലോകത്തിൻ്റെ നടുവിൽ, വാക്കുമാറ്റി പറയുന്ന വ്യാജത്തിൻ്റെ നടുവിൽ എനിക്കൊരു ദൈവമുണ്ട്. പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു വ്യാജമില്ലാത്ത ദൈവം. എൻ്റെ ദൈവം വാക്കുമാറ്റി പറയത്തില്ല. എൻ്റെ ദൈവം വാക്കുമാറ്റി
പറയത്തില്ല. അവൻ്റെ വാക്കുകൾ, അവൻ്റെ പ്രവർത്തികൾ, ആമേൻ, എ ഗോഡ് ഓഫ് ട്രൂത്ത്. ആമേൻ, എൻ്റെ ദൈവം മേക്കപ്പെട്ട് എൻ്റെ മുമ്പിൽ വരത്തില്ല. ഹി ഈസ് റോ ബിഫോർ മീ. എൻ്റെ ദൈവത്തിൻ്റെ റോ അനുഭവമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ദൈവത്തിൻ്റെ പച്ചയായ ജീവിതമേ, എൻ്റെ ദൈവത്തിൻ്റെ മനോഹരത്വമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ദൈവം ഓൾട്ടർ ചെയ്ത് എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. എൻ്റെ ദൈവം മേക്കപ്പെട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. എൻ്റെ ദൈവത്തെ വീട്ടിൽ ചെന്ന് കണ്ടാൽ, എൻ്റെ ദൈവത്തെ നാട്ടിൽ ചെന്ന് കണ്ടാൽ അവൻ്റെ മുഖം ഒന്നുപോലെ ഇരിക്കുക. കാരണം എൻ്റെ ദൈവം മേക്കപ്പെട്ട് എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നവനല്ല. എൻ്റെ ദൈവം വ്യാജമില്ലാത്തവൻ. എൻ്റെ ദൈവം വ്യാജമില്ലാത്തവൻ. ആറാമതായി പറയുകയാണ്, എൻ്റെ ദൈവം നീതിയുള്ളവനാ. എൻ്റെ ദൈവം നീതിയുള്ളവനാ. മോവാബ് സമഭൂമിയിൽ മരണത്തെ മുഖാമുഖം കാണുന്ന മോശ പറയുക, എൻ്റെ കുട്ടിക്കാലത്ത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടി മിദ്യാനിലേക്ക് പോയ കാലം തുടങ്ങി ഞാൻ എൻ്റെ ദൈവത്തെ അറിയാൻ തുടങ്ങിയതാ. ഇന്ന് വരെയും അവൻ എന്നോട് അനീതിയായുള്ളതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ദൈവം നീതിയുള്ളവനാ. എൻ്റെ ദൈവം നീതിയുള്ളവനാ. എൻ്റെ ദൈവം നീതിയുള്ളവനാ. ജനത്തിൻ്റെ ഇടയിൽ കോരഹും കൂട്ടരി 250 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അഹരോനെ ശുശ്രൂഷയിൽ നിന്ന് തള്ളിക്കളയുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം നീതിയുള്ളവനായിരുന്നു. ഞാനിനി തിരികെ ഒരിക്കലും മിസ്രൈമിൽ കാലുകുത്തത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം നീതിയുള്ളവനായിരുന്നു. എൻ്റെ സ്വന്തം കുടുംബം പോലും അകത്തളത്തിലിരുന്ന് എനിക്കെതിരെ പിറുപിറുത്തു. പക്ഷേ എൻ്റെ ദൈവം നീതിയുള്ളവനായിരുന്നു. എൻ്റെ ദൈവം നീതിയുള്ളവനാണ്. എൻ്റെ ദൈവം നീതിയുള്ളവനാണ്. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, അവൻ നേരുള്ളവനാ. അവൻ നേരുള്ളവനാ. അതിനപ്പുറം പറയാനൊരു വാക്കുണ്ടോ? എൻ്റെ ദൈവം നേരുള്ളവനാ. അവൻ പരമാർത്ഥതയുള്ളവനാ. എൻ്റെ ദൈവം നീതിയാ. നേരുമുള്ളവൻ തന്നെ. ദൈവത്തിൻ്റെ 7 സ്വഭാവങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട്, ആമേൻ, അതിൻ്റെ വിളിച്ചു പറഞ്ഞിട്ട് താൻ ഇസ്രായേലിൻ്റെ അടുക്കൽ നീ ദൈവത്തെ വിട്ട് മറന്നു പോകരുതെന്ന് അവരോട് പറയുകയാണ്. എന്നാൽ അതിൻ്റെ 4ാമത്തെ ഭാഗം, ഞാൻ വിവരിക്കാത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അവൻ വിശ്വസ്തതയുള്ള ദൈവ. മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അധരം തുറന്ന് കരമുയർത്തി എന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അധരം തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങളിലേക്കൊക്കെ കടന്നു വന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നത് കാണുവാൻ കഴിയുക. 89-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 89-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ദൈവം ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും എന്താണെന്നറിയാമോ? ദൈവം ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും വിശ്വസ്തത. 89-ാം സങ്കീർത്തന 8-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ ദൈവമേ, നിന്നെ പോലെ ബലവാൻ ആരുള്ളോ? ആരുമില്ല കർത്താവേ, നിന്നെ പോലെ ശക്തൻ. പിന്നെ ബലവാനായിരിക്കുന്ന നിന്റെ ബലം, നിന്റെ മസിൽ പുറത്തു കാണാത്തത്, നിന്റെ പവർ പുറത്തു കാണാത്തത് എന്താണെന്നറിയാമോ? നിന്റെ വിശ്വസ്തതയുടെ മേലാണ് നീ എടുത്തുടുത്തിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഉടുപ്പ് വിശ്വസ്തതയാണ്. വീണ്ടും 33-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ഉടുപ്പ് വിശ്വസ്തതയാണെങ്കിൽ, ആമേൻ, ഉടുപ്പ് മാത്രമല്ല അവൻ്റെ വിശ്വസ്തത, അവൻ്റെ പ്രവർത്തികളൊക്കെയും വിശ്വസ്തമാണ്. 33-ാം സങ്കീർത്തന അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ പറയുന്നത് നേരുള്ളതാ, അവൻ പ്രവർത്തിക്കുന്നത് വിശ്വസ്തതയുള്ളതാ. ആമേൻ. 2 ഭാഗങ്ങളാണ് പറയുന്നത്. അവൻ പറയുന്നത് നേരെ പറയത്തുള്ളൂ, അവൻ ചെയ്യുന്നത് വിശ്വസ്തമായതേ ചെയ്യത്തുള്ളൂ. അധരം തുറന്ന് പറഞ്ഞേ, അവൻ കള്ളം പറയുകയുമില്ല, അവൻ ദോഷം ചെയ്യുകയുമില്ല. അവൻ പറയുന്നത് നേരായിരിക്കും, അവൻ പ്രവർത്തിക്കുന്നത് വിശ്വസ്തതയുള്ളതായിരിക്കും. ഇനിയും ദൈവത്തിൻ്റെ സൈന്യത്തെ നോക്കിയിട്ട് സങ്കീർത്തനക്കാരൻ പിന്നെയും 89-ാം സങ്കീർത്തനത്തിൽ പറയുക. 89-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ താൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഉടുപ്പ് വിശ്വസ്തതയാണ്. ഇനിയും ദൈവത്തിന് അകമ്പടി സേവിക്കുന്ന സൈന്യത്തെ നോക്കി 89-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ നോക്കിയപ്പോൾ, ആമേൻ, അവിടെ നീതിയും ന്യായവും ഞാൻ കണ്ടു. സിംഹാസനത്തിൻ്റെ മുകളിലല്ല, സിംഹാസനത്തിൻ്റെ അടിത്തട്ടിൽ മറഞ്ഞിരിക്കുന്ന നീതിയും ന്യായവും. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ അകമ്പടി സേവിക്കുന്ന, ദൈവത്തിന് മുമ്പിൽ നടക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ നോക്കിയിട്ട് പറയുകയാണ്, അതും വിശ്വസ്തമാണ്. ഇനിയും ദൈവത്തെ കേന്ദ്രീകരിക്കാതെ പ്രപഞ്ചത്തിലേക്ക് ഭക്തൻ നോക്കുകയാണ്.
പറയുകയാണ്. പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ 36 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവെ ഞാനിങ്ങനെ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ആ ആകാശത്തെ ഞാൻ നോക്കുമ്പോൾ നിന്റെ ദയയുടെ വലിപ്പത്തെ എനിക്ക് കാണുവാൻ കഴിയുക. എന്നാൽ ആ ദയയെ അലങ്കരിക്കുന്ന പാറിപ്പറക്കുന്ന മേഘങ്ങളെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന്റെ വിശ്വസ്തത ആ മേഘം പോലെ. ഞാൻ അതിന്റെ ഒരു പ്രൊഫറ്റിക്കൽ പോയിന്റ് പറഞ്ഞ് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ 36-ാം സങ്കീർത്തനം 5-ാം വാക്യം, ദൈവത്തിന്റെ സ്വർഗമെന്നുള്ളത് ദൈവത്തിന്റെ ദയയാണെങ്കിൽ മേഘമെന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ആമേൻ. മേഘത്തിൽ നാം യേശുവിനെ അഭിമുഖമായി കാണും. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് തൻ്റെ ദയയുടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരും. തനിക്കായി ഒരുക്കി കാത്തിരിക്കുന്ന ജനം മേഘത്തിൽ അവനെ എതിരേൽക്കും. അന്ന് വിളിച്ചു പറയും, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് മടങ്ങി വരും, സഭ എടുക്കപ്പെടും. മധ്യാകാശത്തിൽ മേഘങ്ങളിൽ മണിപ്പന്തലിൽ മണവാളനെ കാന്തയാലിംഗനം ചെയ്യുക. അപ്പോൾ പറയും, ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയോടുകൂടി അവസാനിക്കുകയല്ല, അവൻ തൻ്റെ അന്തഃപുരമെന്ന സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകോ. അത് ദൈവത്തിൻ്റെ ദയയാണ്. ഇന്ന് പകൽ ഞാൻ പറയാം, അവൻ്റെ വിശ്വസ്തതയാൽ ഞാൻ കാഹളം ധ്വനിക്കുമ്പോൾ മധ്യാകാശത്തിലെത്തോ. അവൻ്റെ ദയയാൽ ഞാൻ നിത്യകാലം സ്വർഗത്തിൽ വസിക്കാം. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയാൽ കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ മധ്യാകാശത്തിൽ നാഥനെ എതിരേൽക്കാം. അവൻ്റെ ദയയാൽ ഞാൻ സ്വർഗത്തിലെത്തോ. ഹോളി സ്പിരിറ്റ്. ഏറെ കാലങ്ങൾക്ക് ശേഷം പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ വിശ്വസ്തത ഞാൻ രുചിക്കേണ്ടത് മാത്രമല്ല. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ നിന്നെ സ്തുതിക്കും. നമുക്ക് സ്തുതിക്കാൻ കഴിയുന്നത് എപ്പോഴേ കഴിയത്തുള്ളൂ? ജീവിച്ചിരിക്കുമ്പോഴേ കഴിയത്തുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സ്തുതി തീരും. പക്ഷേ അപ്പൻ മക്കളോടൊരു കാര്യം പറയും, മോനെ, എൻ്റെ മരണദിനത്തിൽ എൻ്റെ വായടയും, എൻ്റെ ശബ്ദം നിലയ്ക്കും, എൻ്റെ സ്തുതി തീരും. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്നോടുകൂടെ ഇരിക്കും. ജനറേഷണൽ ദൈവത്തിൻ്റെ വിശ്വസ്തത തലമുറയോടെ ഇരിക്കുക. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന അവസാനിച്ചാൽ, നിന്റെ സ്തുതി അവസാനിച്ചാൽ, നീ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറിപ്പോയാൽ, നിന്റെ ശബ്ദം നിലച്ചാൽ, നിന്റെ ശുശ്രൂഷയുടെ നാളുകൾ കഴിഞ്ഞ് നിന്റെ ജീവിതത്തിന് തിരശീല വീണ് നീ അക്കരെ നാട്ടിൽ എത്തിച്ചെന്നാൽ, നീ നിത്യവിശ്രാമത്തിലേക്ക് കടന്നാൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്റെ തലമുറയോട്, നിന്റെ മക്കളോട്, നിന്റെ കൊച്ചുമക്കളോട്, അവന്റെ വിശ്വസ്തത തലമുറയോട്. നിന്റെ ആയുഷ്കാലത്ത് നീ ദൈവത്തെ സ്തുതിക്കാം. പക്ഷെ നീ മരിച്ചാൽ നിന്റെ തലമുറയോട് ദൈവം വിശ്വസ്തത കാണിക്കാം. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അതരം തുറന്നു പറഞ്ഞ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഏതിലൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ആസ്വദിക്കാൻ കഴിയോ? യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ യോഹന്നാൻ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയരുത് കേട്ടോ. നമ്മളാരും പരിശുദ്ധന്മാരാണെന്ന് നമ്മളങ്ങ് സാങ്കല്പിക വിശുദ്ധിയിൽ നമ്മളെ തന്നെ അങ്ങ് അതിനീതിമാനായി വിശുദ്ധനായി ഒന്നും പ്രഖ്യാപിക്കരുത് കേട്ടോ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുകയാകുന്നു. പക്ഷേ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനോ. നീ
നീതിമാനുമാകുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ പറയാ, ദൈവത്തിൻ്റെ വിശ്വസ്തത എൻ്റെ പാപങ്ങളെ ക്ഷമിക്കോ, എൻ്റെ അനീതിയെ പോക്കോ, എന്നെ ശുദ്ധീകരിക്കുക. നാം ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്, പാപങ്ങളെ ഏറ്റുപറയുക. എന്നാൽ അവിടെ ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക. 2, അവൻ നമ്മുടെ അനീതിയെ പോക്കുക. 3, അവൻ നമ്മളെ ശുദ്ധീകരിക്കുക. പാപം ക്ഷമിക്കും, അനീതി പോക്കുക, നമ്മെ ശുദ്ധീകരിക്കുക. അതരം തുറന്ന് പറഞ്ഞ്, പാപം പോക്കുക, പാപം ക്ഷമിക്കുക, അനീതി പോക്കുക, ശുദ്ധീകരിക്കുക. ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇന്ന് പകൽക്കാലം ആരാധനയിൽ കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ, നീ ഒരു ഗിൽട്ടി ഫീലിങ്ങിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടവനല്ല. ഇന്നലകളിൽ എവിടെയെങ്കിലും അകർത്യം നിന്റെ കുതികാലിനെ പിന്തുടർന്ന് പിടിച്ചിരുന്നേക്കാം. ഇന്നലകളിൽ എവിടെയെങ്കിലും പ്രായത്തിൻ്റെ അവിവേകത്തിലോ ജീവിതത്തിൻ്റെ താളപ്പിഴകളിലോ എവിടെയെങ്കിലും നിന്റെ കാല് വഴുതിയേക്കാം. എന്നാൽ മടങ്ങി വന്ന ദൈവസന്നിധാനത്തിങ്കൽ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ, അപ്പാ ഞാൻ നിന്നെ മുൻപാകെ തെറ്റുപറ്റിപ്പോയി എന്ന് ഹൃദയ നുറുക്കത്തോടെ ഒന്ന് ഏറ്റുപറയുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിക്കുക. നമുക്കെതിരെ അനീതിയുടെ ക്രൂര ആരോപണങ്ങൾ കോടതിയുടെ മുൻപാകെ ശത്രു വിളിച്ചു പറയുമ്പോൾ അവൻ നമ്മുടെ അനീതിയെ പോക്കി. യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിയതുപോലെ നമ്മുടെ അനീതികളെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കുക, നമ്മളെ ശുദ്ധീകരിക്കുക. പഴയ നിയമഭക്തൻ വിളിച്ചു പറഞ്ഞു, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. പക്ഷേ പുതിയ നിയമഭക്തന് കർത്താവ് പറഞ്ഞു കൊടുത്തു, ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു ഈ സോപ്പ് തണ്ടിനകത്തല്ല ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്നത്. ഭൂമിയിൽ ആർക്കും വെളുപ്പിപ്പാൻ കഴിയാതെ വേണ്ട സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. ഇന്ന് പകലാധരം തുറന്ന് യേശുവിന്റെ രക്തത്തിൽ ജയമെന്ന് പറഞ്ഞോട്ട്, യേശുവിന്റെ രക്തത്തിൽ ജയ, വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. പാപത്തിന്മേൽ ശാപത്തിന്മേൽ ഞാൻ യേശുവിന്റെ രക്തത്തിൽ ജയമെടുക്കുന്നു. പാപത്തിന് ഞാൻ ദാസനല്ല, പാപത്തിന് ഞാൻ ദാസനല്ല, പാപത്തിന് ഞാൻ അടിമയല്ല. പാപത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു, നീതിക്ക് ദാസനാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം, സ്തോത്രം. പാപം ഇനിയും എന്റെ മർത്യ ശരീരങ്ങളെ വാഴുവാൻ തക്കവണ്ണം ഞാൻ ജഡത്തിന് അധീനനല്ല. ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചവൻ, ഞാൻ ആത്മാവിന്റെ ശക്തി അനുഭവിക്കുന്നവൻ. കരമടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. My Lord is faithful to sanctify me. എൻ്റെ ദൈവം എന്നെ വിശുദ്ധീകരിക്കുക, എൻ്റെ ദൈവം എന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവം. അതരം തുറന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്, എൻ്റെ ദൈവം എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവം, എൻ്റെ ദൈവം എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവം. ഇന്നലകളിൽ നീ പന്നികളുടെ തൊഴുത്തിൽ സഞ്ചരിച്ച നിന്റെ കാലിൻ്റെ മുറിപ്പാടുകൾ കാണാതെ, നിന്റെ കാലിനൊരു പുതിയ ചെരുപ്പിടിപ്പിച്ച്, നിനക്കെതിരെ ആരും അന്യായം പറയാതെ, നിന്റെ കയ്യിൽ ഒരു വിരലും നിന്റെ വിരലിൽ ഒരു മോതിരം ഇടിവിച്ച്, നിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിന്റെ പുത്രത്വത്തെങ്കിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുന്ന ലോകം നിന്നെ മുഖ്യനായ പുത്രൻ എന്ന് പറയുമ്പോൾ, ഇല്ല, ഇവൻ എൻ്റെ സ്വന്തം പുത്രനെന്ന്, ഇവൻ എൻ്റെ സ്വന്തം പുത്രനെന്ന് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വിശുദ്ധിക്ക് കരമടിച്ച് സ്തോത്രം പറ. ജീസസ്, ഹോളി സ്പിരിറ്റ്. ഒന്ന് കർത്താവ് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കും. പക്ഷെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത അവിടെ അവസാനിക്കുകയല്ല. ആമേൻ. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടുത്ത തലത്തിലേക്ക് ഞാൻ കയറാം. 31-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തൻ പറയുകയാണ്, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. എന്താ കാര്യമെന്നറിയാമോ? നീ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൽ നിനക്ക് ഭരമേൽപ്പിക്കാൻ കഴിയുന്ന ഒരു വിശ്വസ്തനായ ദൈവം, ഒരു വിശ്വസ്തനായ ദൈവം. അതെന്താണ് അതിൻ്റെ കാരണമെന്നറിയാമോ? എപ്പോഴാണ് നമ്മളൊരു സാധനം ഒരാളെ ഏൽപ്പിക്കുന്നത്? നമുക്ക് സൂക്ഷിപ്പാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മളൊരു സാധനം വേറൊരാളെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനം
31 സങ്കീർത്തനം 5 വാക്യത്തിന്റെ വ്യാഖ്യാന വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. പത്രോസിന്റെ 1 ലേഖനം 4 അധ്യായം അതിന്റെ 19 വാക്യത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 4:19 അവിടെ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ ആമേൻ, അധരം തുറന്ന് പറഞ്ഞ് കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരിക, പ്രതികൂലങ്ങൾ കടന്നു വരിക, അത് ശാരീരികമായി ആക്രമിക്കുക, അത് മാനസികമായി ആക്രമിക്കുക, അത് സാമ്പത്തികമായി നിന്നെ തകർക്കുക. ജീവിതത്തിൽ സ്തോത്ര നിനക്കെതിരെ കഷ്ടതയുടെ കഠിന ശോധന കടന്നു വരുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കായി ഒരഗ്നി ശോധനയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുച്ചൂട് മുടിച്ച് താറുമാറാക്കുമെന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ആ സമയത്ത് നിന്റെ പ്രാണനെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കട്ടെ. കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടി നീ കടന്നു പോകുമ്പോൾ അവൻ നിന്റെ പ്രാണനെ ഇല്ലായ്മ ചെയ്യുക, അവൻ നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുക, അവൻ നിന്റെ മാന്യതയെ ഇല്ലായ്മ ചെയ്യുക, അവൻ നിന്റെ മക്കളെ ഇല്ലായ്മ ചെയ്യുക. ശത്രു വെല്ലുവിളിക്കുമ്പോൾ നിന്നെ അതിനെ സൂക്ഷിപ്പാൻ കഴിയാതെ വരുമ്പോൾ നിന്റെ കൈപ്പിടിയിൽ നിന്ന് അതിനെ പറിച്ചുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ നിന്റെ കാലിൻ ചുവട്ടിലെ മണ്ണിനെ അവൻ ഒലിപ്പിച്ചു കളയുമെന്ന് പറയുമ്പോൾ നീ ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. He is faithful to preserve. ദൈവം നിന്നെ സൂക്ഷിക്കും. നിന്റെ പ്രാണൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. He is faithful to preserve you. കഷ്ടതയുടെ കഠിന ശോധനയിൽ നിന്നെ ദൈവം സൂക്ഷിക്കുക. തീയുടെ നടുവിൽ നാലാമനായി അവൻ നിന്നെ സൂക്ഷിക്കുക. ആഴിയുടെ ആഴങ്ങളിൽ വഴിയൊരുക്കി അവൻ നിന്നെ കാത്തുകൊള്ളോ. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല, വെള്ളം നിന്റെ മീതെ കവിയുകയില്ല, നദി നിന്നെ മുക്കുകയില്ല. ഇന്ന് പകലാധരം തുറന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. അഗ്നിജ്വാല എന്നെ ദഹിപ്പിക്കത്തില്ല, വെള്ളം എൻ്റെ മീതെ കവിയുകയില്ല, നദി എന്നെ മുക്കിക്കളകയില്ല. എനിക്ക് വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. His faithfulness is my preservance. എൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. എൻ്റെ സംരക്ഷണം എൻ്റെ വാതിൽക്കൽ കെട്ടിയിട്ടിരിക്കുന്ന നായല്ല. എൻ്റെ സംരക്ഷണം എൻ്റെ പണമല്ല. എൻ്റെ സംരക്ഷണം എൻ്റെ പിറകിൽ നിൽക്കുന്ന കുടുംബവും മനുഷ്യരുമല്ല. എൻ്റെ സംരക്ഷണം എൻ്റെ സുഹൃത്ത് ബലങ്ങളല്ല. എനിക്കൊരു ദൈവമുണ്ട്, വിശ്വസ്തനായ ദൈവം. He is my protection. He is my preserver. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. നിന്നെ ആക്രമിക്കാൻ വരുന്ന, നിനക്കെതിരെ തീച്ചൂളയുടെ കഠിനത കൂട്ടുന്ന ബാബിലോണ്യ ശക്തികൾ കേൾക്കട്ടെ. His faithfulness, അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം ഫലകയും അത്രേ. അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം ഫലകയും അത്രേ. കരമടിച്ച് ശബ്ദമുയർത്തി വിളിച്ചു പറ, അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം ഫലകയും അത്രേ. അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം ഫലകയും അത്രേ. അവൻ എന്നെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനാണ്. അവൻ എന്നെ സൂക്ഷിപ്പാൻ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ 3ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരാം. വെളിപ്പാട് പുസ്തകം പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്ത് തൻ്റെ കഷ്ടത ആരും അറിയാത്ത രാത്രികളിലൊന്നിൽ അലറിക്കരഞ്ഞ് വിശ്വാസത്തോടെ തൻ്റെ പക്കൽ ഈ കഷ്ടതയിൽ തന്നെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മസാന്നിധ്യത്തിൽ ദൈവിക പ്രത്യക്ഷതയെ കണ്ടു. അന്നാളിന് ശേഷം താൻ അതിനെ മുഴുവൻ ക്രോഡീകരിച്ച് സഭയ്ക്കൊരു പുസ്തകമായി എഴുതി കൊടുത്തു. അന്ന് താൻ എഴുതി കൊടുത്തപ്പോൾ യേശുവിനെ കുറിച്ചൊരു ഐഡൻറ്റിറ്റി പറഞ്ഞു. എന്താണ് ഐഡൻറ്റിറ്റി എന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന്. യേശു യോഹന്നാന്റെ അടുക്കൽ
യേശു ആരാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ ആദ്യം പറയുന്ന ഒരു വേടുണ്ട്, വിശ്വസ്തനായ സാക്ഷി, എ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്, മരിച്ചവരിൽ ആദ്യജാതൻ, ഭൂരാജാക്കന്മാരുടെ അധിപതി. അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ ഇത് മൂന്നും പറയാൻ കാരണമുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ രണ്ടും മൂന്നും പറയുന്നില്ല. വിശ്വസ്ത സാക്ഷി എന്താ കാരണമെന്നറിയാമോ? യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തുന്നതിന് മുമ്പേ ഡൊമേഷ്യൻ്റെ വിസ്താര സഭയ്ക്കകത്ത് നിന്ന് സ്തോത്ര പല ആരോപണങ്ങളും യോഹന്നാനെതിരെ കടന്നു വന്നോ. യോഹന്നാൻ്റെ കൂടെ നിന്ന പലരും യോഹന്നാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സാക്ഷ്യം പറയാതെ എന്ത് ചെയ്തെന്നറിയാമോ? അവർ സീനിൽ നിന്ന് എസ്കേപ്പായി പോയി. ആ യോഹന്നാൻ അനുകൂലമായ ഒരു സാക്ഷിയും പറയാൻ ആരുമുണ്ടായിരുന്നില്ല. വീണ്ടും യോഹന്നാനെതിരെ ഉയർത്തി നിർത്തിയ യഹൂദനും റോമാക്കാരും ഉയർത്തി നിർത്തിയ കള്ളസാക്ഷികൾ യോഹന്നാനെതിരെ വിടുവാദങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി പൊഴിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കൈസർ അദ്ദേഹത്തെ പത്മോസിലേക്ക് നാടുകടത്തി. എന്നാൽ പത്മോസിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് കർത്താവ് തന്നോട് അരുളി ചെയ്തപ്പോൾ യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞു, സീസറുടെ ന്യായാധിപ സഭയുടെ മുൻപാകെ കള്ളസാക്ഷികൾ 1000 പേരുണ്ടായിരുന്നേക്കാം, പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പരമാർത്ഥത അറിഞ്ഞ്, എൻ്റെ ശുശ്രൂഷയുടെ തീഷ്ണത അറിഞ്ഞ്, എൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അറിഞ്ഞ് എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവം, അവൻ വിശ്വസ്തനാണ്, അവൻ വിശ്വസ്തനാണ്. He is a faithful witness. ഇന്ന് ഞാൻ പത്മോസിൽ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് അവൻ വിറ്റ്നസ് ആണ്, എൻ്റെ പരമാർത്ഥതയ്ക്ക് അവൻ വിറ്റ്നസ് ആണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ പരിശ്രമത്തിനൊരു സാക്ഷിയില്ലായിരിക്കുക, നിന്റെ അധ്വാനത്തിനൊരു സാക്ഷിയില്ലായിരിക്കുക, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു സാക്ഷിയില്ലായിരിക്കുക, നിന്റെ കണ്ണുനീരിനൊരു സാക്ഷിയില്ലായിരിക്കുക, പക്ഷേ യുവർ ലോർഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു വിറ്റ്നസ് യു. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പ്രതികൂലത്തിൻ്റെ കഠിന ശോധനയിൽ കൂടി കടന്നുപോയ ലവോദിക്ക സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ലവോദിക്ക സഭയുടെ അടുക്കൽ ദൂത് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 3:14 ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്തോത്ര, ഞാൻ വിശ്വസ്തന. കോടതിയിൽ വരുമെന്ന് പറഞ്ഞാൽ വരും, ഞാൻ സത്യമേ അവിടെ പറയത്തുള്ളൂ. അടുത്തതായിട്ട് പറയുകയാണ്, എൻ്റെ പേർ ആമേൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു കോടതി വിസ്താരത്തിൽ വന്ന് പറഞ്ഞ മൊഴി അടുത്ത കോടതി ദിനത്തിൽ ഞാൻ മാറ്റി പറയത്തില്ല. ഞാൻ വിശ്വസ്തന, കോടതിയിൽ വരോ, ഞാൻ സത്യം പറയോ. എത്ര പ്രാവശ്യം ഞാൻ നിനക്ക് വേണ്ടി വന്നാലോ ഞാൻ വാക്കുമാറ്റി പറയത്തില്ല. ലവോദിക്ക സഭയുടെ അടുക്കൽ പറഞ്ഞു, വിശ്വസ്തനോ സത്യവാനോ ദൈവ സൃഷ്ടിയുടെ ആരംഭവുമായ ഒന്ന് പറഞ്ഞാൽ മാറ്റി പറയാത്ത ആമേൻ എന്നുള്ളവൻ നിന്നോട് അരുളി ചെയ്യുന്നു, I shall be faithful witness for you. ആരൊക്കെ വാക്കുമാറ്റി പറഞ്ഞാൽ എൻ്റെ അപ്പം കണ്ടത് പറയോ, കണ്ടത് പറയാതിരിക്കത്തുമില്ല. എൻ്റെ ദൈവം വിശ്വസ്ത സാക്ഷിയാണ്, എൻ്റെ ദൈവം വിശ്വസ്ത സാക്ഷിയാണ്, എൻ്റെ ദൈവം വിശ്വസ്ത സാക്ഷിയാണ്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവചനം 42-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. അവർ യെരമ്യാവോട്, നീ മുഖാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് അരുളി ചെയ്യുന്നത് പോലെയൊക്കെ ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ, അടുത്ത ഭാഗം, യഹോവ നമ്മുടെ മധ്യേ സത്യവും വിശ്വസ്തതയുമുള്ള സാക്ഷിയായിരിക്കട്ടെ. ദൈവം എനിക്കും നിനക്കും മധ്യേ ആരായിരിക്കുക? സാക്ഷിയായിരിക്കുക. സ്തോത്ര. നീണ്ട 10 ദിനങ്ങൾ പദനരാമിൽ നിന്ന് യാത്ര ചെയ്ത് ഗലേദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. യാക്കോബിനെ പിടിച്ചു നിർത്തിയ ലാബാൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ കൊല്ലാതിരുന്നത് കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. യാക്കോബ് ലാബാനോട് തിരികെ പറഞ്ഞു, കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് 10 പ്രാവശ്യം നീ പ്രതിഫലം മാറ്റി, പക്ഷേ ഇതൊന്നും ആരും കാണുന്നില്ലെന്ന് നീ ചിന്തിച്ചപ്പോൾ സ്വർഗത്തിൽ വിശ്വസ്തനായ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. നീ ചെയ്തതൊക്കെ അവൻ കണ്ടോ, ഞാൻ ചെയ്തതൊക്കെ അവൻ കണ്ടോ. He was the faithful witness. അവൻ സാക്ഷിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ മടങ്ങി വന്നത്. എന്നിട്ട് അടുത്തതായിട്ട് സ്തോത്ര, ആമേ, ലാബാൻ കൽക്കൂമ്പാരം എടുത്ത് കൂട്ടിയിട്ട് പറഞ്ഞു, ഇത് മിസ്പ കാവൽമാട് എന്ന് പറഞ്ഞാൽ അവൻ്റെ സകല ദേവന്മാര് ആ യാക്കോബിന്
അതിരിൽ കാവലായിരിക്കുമെന്ന്. പക്ഷേ അടുത്ത ഭാഗത്തിൽ പറയുമ്പോൾ ഇത് തൂണായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ലാബാനും യാക്കോബും തമ്മിൽ പറയുന്ന ഒരു വേർഡുണ്ട്. നമ്മൾക്ക് മധ്യേ ദൈവം സാക്ഷിയായിരിക്കുക. ഇന്ന് പകൽ ലാബാൻ നിന്നെ വേട്ടയാടുമ്പോൾ, നിനക്ക് അതിരിടുമ്പോൾ, ദൈവം നിന്നോട് പറയുന്നു ഞാൻ നിനക്ക് സാക്ഷിയായിരിക്കുക. ഇന്ന് പകൽ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. മനുഷ്യൻ എനിക്കെതിരെ ഗൂഢമായി ചെയ്യുന്നത്, നിഗൂഢമായി കളിയൊരുക്കുന്നത്, അവൻ എനിക്കെതിരെ പറയുന്നത് ദൈവം സാക്ഷിയാണ്. ദൈവം സാക്ഷിയാണ്. നിനക്കെതിരെ വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞാൽ, നിനക്കെതിരെ വീട്ടിനകത്തിരുന്ന് പറഞ്ഞാൽ, നിനക്കെതിരെ എവിടെയൊക്കെ ഇരുന്ന് ആരൊക്കെ പറഞ്ഞാൽ, ഇന്ന് പകൽ എൻ്റെ ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ദൈവം കേട്ടിട്ടുണ്ടത്. കേട്ട വാക്കിന് ദൈവം ഉത്തരവാദിയായിരിക്കുക. കേട്ട വാക്കിന് ദൈവം ഉത്തരവാദിയായിരിക്കുക. ഇന്ന് പകൽ നിന്റെ മുൻപാകെ ചിരിച്ചു കാണിച്ചിട്ട് അപ്പുറത്ത് പോയി നിനക്ക് വിരോധമായി സംസാരിച്ചത്, നിന്റെ മുൻപാകെ ചിരിച്ചു പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി നിന്നെ തകർക്കാൻ തക്കവണ്ണം കൂടിയിരുന്നത്, ഇന്ന് പകൽ നീ തിരിച്ചറിയണം. നിനക്കെതിരെ പരിഹാസത്തിന്റെ വാക്ശരങ്ങൾ തൊടുത്തുവിട്ടത്, നിനക്കെതിരെ തിന്മയുടെ ഗൂഢതന്ത്രങ്ങൾ മൊഴിഞ്ഞെടുത്തത്, ഇന്ന് പകൽ നീ തിരിച്ചറിയണം എൻ്റെ ദൈവ സാക്ഷിയാണ്. The Lord is witness. നിന്റെ പരമാർത്ഥതയ്ക്കോ നീ നേരിട്ട് അനീതിക്കോ നിന്റെ ദൈവം സാക്ഷിയാണ്. നിന്റെ പരമാർത്ഥതയ്ക്കോ നീ നേരിട്ട് അനീതിക്കും ദൈവം സാക്ഷിയാണ്. അല്ല, അവൻ വിശ്വസ്ത സാക്ഷിയാണ്. He is the faithful witness. അവൻ സാക്ഷിയാണ്, അവൻ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ വരും. അവൻ സത്യവാനാണ്, സത്യമേ പറയത്തുള്ളൂ. ആരൊക്കെ സ്വാധീനിച്ചാൽ അവൻ്റെ പേർ ആമേൻ എന്നാണ് പറഞ്ഞത്, അവൻ മാറ്റി പറയുകയില്ല. ഇന്ന് പകൽ കരമുയർത്തി പറഞ്ഞേ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം സത്യവാനാണ്, എൻ്റെ ദൈവം വാക്കുമാറ്റി പറയുകയില്ല. കോടതിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്ന ഒരു സാധാരണക്കാരനല്ല എൻ്റെ ദൈവം. സ്തോത്ര. അതിനപ്പുറം ദൈവത്തിന് ഒരു വിശ്വസ്തതയുണ്ട്. എന്താണ് വിശ്വസ്തത എന്നറിയാമോ? സാക്ഷി സത്യം പറഞ്ഞതുകൊണ്ട് കോടതി അനുകൂലമായി വിധിക്കണമെന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, സാക്ഷി അനുകൂലമായി പറഞ്ഞതുകൊണ്ട് കോടതി ന്യായമായി വിസ്തരിക്കണമെന്നില്ല. അവിടെയും നീ പിന്നെയും വഞ്ചിക്കപ്പെടാം. ആ കാലഘട്ടത്തെ നോക്കിയിട്ടാണ് 54-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭക്തൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും, അവൻ എൻ്റെ ശത്രുക്കൾക്ക് പകരം ചെയ്യും, അവൻ എൻ്റെ ശത്രുക്കൾക്ക് പകരം ചെയ്യും. ദൈവത്തിൻ്റെ വിശ്വസ്തത എൻ്റെ ശത്രുവിനെ സംഹരിച്ചു കളയുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ He is faithful to retaliate for me. അവൻ എനിക്ക് വേണ്ടി പകരം ചെയ്യുവാൻ ശക്തനാണ്. നീ മിണ്ടാതെ ഇരുന്ന് ദൈവം എന്നറിഞ്ഞുകൊള്ളുക. നിനക്കെതിരെ കയറി വന്ന പൈശാചിക പോർമണ്ഡലങ്ങളോട് നിനക്ക് എതിർത്ത് നിൽക്കാൻ കെൽപ്പില്ലായിരുന്നോ? നിന്റെ ദേശത്ത് വ്യാപരിക്കുന്ന ആഭിചാര ശക്തികൾ നിന്റെ നേരെ തുള്ളിക്കയറി വന്നപ്പോൾ നീ അതിൻ്റെ മുൻപാകെ പകച്ചുപോയി. എന്നാൽ ഇന്ന് നീ തിരിച്ചറിയണം, നിനക്ക് വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. നിനക്കെതിരെ ദുരായുധങ്ങൾ മെനഞ്ഞുവിട്ട പൈശാചിക കുടിയിരുപ്പുകൾ നാളെ നിന്റെ ദേശത്തിരിക്കുകയില്ല. ഇന്ന് പകൽ പ്രൊഫറ്റിക്കലി ദൈവിക അധികാരത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. കരമടിച്ച അഭിഷേകത്തിൽ അധികാരത്തിൽ സ്വീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവ കുടുംബങ്ങൾക്കെതിരെ പൊരുതിയ അന്ധകാര ശക്തികളോട് റിറ്റാലിയേറ്റ് ചെയ്യുന്ന യുദ്ധം ചെയ്യുന്ന ദൈവം, the Lord shall retaliate for you. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ ശത്രുക്കളോട് പകരം ചെയ്യോ? He is faithful. He is faithful. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ അനുഗ്രഹത്തിനെതിരെ, നിന്റെ വിശാലതയ്ക്കെതിരെ പൊരുതി കയറി വരുന്ന അന്ധകാര ശക്തികളോട് ദൈവം പ്രതികാരം. വെളിപ്പാട്
പുസ്തകം 19:11 അതുകൊണ്ടാണ് പറഞ്ഞത്, അനന്തരം ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. അനന്തരം ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടോ. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനുമെന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ആമേൻ. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ ജഡ്ജ്, ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ്. പക്ഷേ വെളിപ്പാട് പുസ്തകം 19 വന്നപ്പോൾ യോഹന്നാൻ വാക്കുമാറ്റി എഴുതി, ഹി ഈസ് നോട്ട് എ mere witness but he is a faithful righteous judge. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ജഡ്ജ്മെന്റ് ഇടുന്ന, അവൻ നിനക്ക് വേണ്ടി വാർഫെയർ ഏറ്റെടുക്കുന്ന, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടോ. അവിടെ നിന്നൊരു വെള്ള കുതിര പുറപ്പെടുന്നു. ആർക്കും ഗ്രഹിപ്പാൻ കഴിയാത്തൊരു പേർ അവനുണ്ട്. അവന്റെ തുടമേൽ അത് എഴുതിയിരിക്കുന്നു, ദൈവവചനമത്രേ. സ്വർഗത്തിലെ ശുഭ്രവും ശുദ്ധവുമായ സൈന്യം അവനെ അനുഗമിക്കുന്നു. അതിന്മേൽ ഇരിക്കുന്നവൻ he is faithful. അവൻ എനിക്ക് വേണ്ടി വിശ്വസ്തനായ ന്യായാധിപതി, അവൻ എനിക്ക് വേണ്ടി വിശ്വസ്തനായ രാജാവ്, അവൻ എനിക്ക് വേണ്ടി വിശ്വസ്തനായ സൈന്യാധിപൻ. ഈ യുദ്ധത്തിൽ നീ ബലഹീനനാണ്, ഈ യുദ്ധത്തിൽ നീ ബലം കുറഞ്ഞവനാണ്, പക്ഷെ ഈ യുദ്ധത്തിൽ നീ തോക്കത്തില്ല. നിനക്കെതിരെ നിൽക്കുന്ന രോഗശക്തി നിന്റെ കുടുംബത്തെ മുഴുവനും മുടിക്കാൻ കൽപ്പുള്ളതാ, പക്ഷെ ഈ രോഗത്തിൽ നീ തോൽക്കത്തില്ല. ഈ ബന്ധനത്തിൽ നീ ഒതുങ്ങത്തില്ല, ഈ പോരാട്ടത്തിൽ നീ കീഴടങ്ങത്തില്ല. കാരണം your captain is faithful. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് നിനക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു. പ്രസൻസ്, പരിശുദ്ധാത്മാവ്. Oh, the tangible operation of Holy Spirit, the tangible presence of Holy Spirit, it moving here, is happening here. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്നു. രോഗശക്തിയുടെ മേൽ ദൈവം പ്രതികാരം ചെയ്യുന്നു. പൈശാചിക പോരുകളുടെ മേൽ ദൈവം പ്രതികാരം ചെയ്യുന്നു. ലബാരബശ്യപ്രവർത്താനിയ ലസ്മഹതേനിയ ലഹറകടനഹസിയ റോൽതാനിയ പ്രവശ്യ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ യുദ്ധങ്ങളെ ദൈവം ഏറ്റെടുത്ത് ചെയ്യും. ഈ യുദ്ധത്തിൽ നീ ബലഹീനനാണ്, നിന്റെ ശത്രു നിന്നേക്കാൾ പ്രബലനാണ്. ഇസ്രായേലിൽ ശത്രു രാജാവ് യുദ്ധത്തിന് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ രഥം തരാം, കുതിരയും തരാം, ഓടിക്കാൻ അറിയുന്നവനുണ്ടെങ്കിൽ എനിക്കെതിരെ നീ ഒന്ന് യുദ്ധത്തിന് നിർത്ത്. രാജാവ് പറഞ്ഞു, ചിലർ മനുഷ്യരിലും, ചിലർ കുതിരകളിലും, ചിലർ രഥങ്ങളിലും, ചിലർ പ്രഭുക്കന്മാരിലും ആശ്രയിക്കും. But I trust in God. ജീസസ്, നിനക്കിന്നൊരു കുതിരയില്ല, നിനക്കിന്നൊരു രഥവുമില്ല, പക്ഷേ സ്വർഗം തുറക്കും. വെള്ളക്കുതിര നിനക്ക് വേണ്ടി വരും. പ്രവാചകനായ എലീശേ, കഷണ്ടിത്തലയാ, നീ ആയിരിക്കുന്ന രാജ്യം പോലും നിനക്ക് അനുകൂലമല്ല. നിന്നെ ശത്രു പിടിക്കാൻ വന്നാൽ നീ എന്തോ ചെയ്യും? എലീശ പറഞ്ഞു, ദൈവമേ, ഇവനും കൂടെ ഒന്ന് കാണട്ടെ. സ്വർഗത്തിൽ നിന്ന് അഗ്നിമയമായ രഥങ്ങളും അശ്വങ്ങളും ഇറങ്ങി വന്നു. എലീശ ആദ്യം ഈ അഗ്നിമയമായ രഥങ്ങളെ അശ്വങ്ങളെയും കണ്ടത് എപ്പോഴാണെന്നറിയാമോ? അവൻ്റെ യജമാനൻ അവങ്കിൽ നിന്ന് വേർപിരിയുന്ന ദിവസത്തിൽ അവനൊരു ദർശനം കണ്ടു. ഇതാ ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുന്നു. അവൻ്റെ മേൽ വീണ പുതപ്പ് താഴോട്ട് പോകുന്നു. ആ പുതപ്പിലേക്ക് താൻ ചെന്ന് പിടിക്കുമ്പോൾ താൻ കണ്ടു, വാസ്തവത്തിൽ അത് ചുഴലിക്കാറ്റായിരുന്നില്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഗ്നിമയമായ രഥങ്ങളും അശ്വങ്ങളുമാണ്. എലീശ വിളിച്ചു പറഞ്ഞു, യജമാനനെ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയെയും ഞാൻ കണ്ടു. ഇസ്രായേലിൻ്റെ തേരിനെയും തേരാളിയെയും ഞാൻ കണ്ടു. അന്നൊരിക്കൽ മാത്രമല്ല എലീശ കണ്ടത്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ ഓരോന്നിലും താൻ കടന്നു പോകുമ്പോൾ താൻ കണ്ടു, സ്വർഗം തുറന്നു, ഇസ്രായേലിൻ്റെ തേരും തേരാളിയും ഇറങ്ങി വന്നു. എനിക്കൊരു തേരുണ്ട്, അതോടിക്കാനൊരു തേരാളിയുണ്ട്, അതേ കെട്ടുന്ന ഒരു വെള്ളക്കുതിരയുണ്ട്. അതാരുടെയും ഒത്താശയ്ക്കകത്ത്, അതാരുടെ ഔദാര്യത്തിനകത്ത് ഇറങ്ങി വരുന്നതല്ല. Heaven shall be opened.
സ്വർഗം തുറക്കും. എനിക്ക് വേണ്ടി കുതിരയും രഥവും രഥത്തിലിരിക്കുന്ന രാജാവും എനിക്ക് വേണ്ടി വരും. ജീസസ്, ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്, ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. ഇന്ന് പകൽ നീ ഏതവസ്ഥയിലായിരുന്നാലും നീ പ്രാർത്ഥിക്കുക ദൈവവൈതലേ. നിന്റെ പ്രാർത്ഥനകൾ വീണാകത്തില്ല. നിന്റെ പ്രാർത്ഥനകൾ വൃഥാവാകത്തില്ല. നിന്റെ പ്രാർത്ഥനകൾ വെറുതെ പോകത്തില്ല. കാരണം 69-ാം സങ്കീർത്തനം 13-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, കഷ്ടകാലത്ത് മാത്രമല്ല പ്രസാദകാലത്തും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും. 69-ാം സങ്കീർത്തനം 13-ാം വാക്യം. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും. ദൈവമേ, എനിക്ക് ഉറപ്പുണ്ട് നിന്റെ രക്ഷാവിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരമറിയും. ഫോർ എവറി പ്രയർ there is an answer. എൻ്റെ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു മറുപടിയുണ്ട്. എൻ്റെ കുഞ്ഞു പ്രാർത്ഥനയ്ക്ക് പോലും, എൻ്റെ കൊച്ചാഗ്രഹങ്ങൾക്ക് പോലും ദൈവത്തിനൊരു മറുപടിയുണ്ട്. ഞാൻ പരാജയപ്പെട്ടെടുത്തിരുന്ന് പ്രാർത്ഥിച്ചാലും, എൻ്റെ പാപത്തിനകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചാലും, എൻ്റെ വീഴ്ചയ്ക്കകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചാലും, എൻ്റെ തകർച്ചയ്ക്കകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ, എൻ്റെ പ്രസാദകാലത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ, എൻ്റെ പരമാർത്ഥതയ്ക്കകത്ത് പ്രാർത്ഥിച്ചാൽ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. He shall answer my prayer. He shall answer my prayer. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അത് ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല, ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, ഞാൻ വലിയ പ്രാർത്ഥനക്കാരനായതുകൊണ്ടല്ല. പക്ഷേ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് എനിക്കൊരുറപ്പുണ്ട്, അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇന്ന് പകൽ ഞാനത് ആവർത്തിക്കുന്നു. ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, ഞാൻ പ്രാർത്ഥനാക്കാരനായതുകൊണ്ടല്ല, ഞാൻ മണിക്കൂറുകൾ മുഴങ്കാലിൽ ഇരിക്കാൻ ശക്തനായതുകൊണ്ടല്ല, ഞാൻ വെള്ളം കുടിക്കാതിരിക്കാൻ കഴിവുള്ളവനായിട്ടല്ല. പകരം എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത അതെൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. My Lord is faithful and he shall answer my prayer. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ താഴ്ചകളിൽ കൂടിയായിരിക്കും നീ കടന്നു പോകും. നിന്റെ താഴ്ചയെ കണ്ട് ലോകം മുഴുവനും നിന്നെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ 119-ാം സങ്കീർത്തനം 75-ാം വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, നീ എന്നെ താഴ്ത്തിയാൽ എൻ്റെ താഴ്ചയുടെ നടുവിലും ഞാൻ നിൻ്റെ വിശ്വസ്തതയെ കാണും. എൻ്റെ താഴ്ചയുടെ നടുവിലും ഞാൻ നിൻ്റെ വിശ്വസ്തതയെ കാണും. ഇന്ന് പകൽ നീ വിശ്വസിക്കുക, എൻ്റെ താഴ്ചയുടെ നടുവിലും ദൈവം വിശ്വസ്തനാണ്. ഞാൻ 1-2 ഭാഗങ്ങളെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കടന്നു വരും. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ പ്രതിസന്ധിയുടെ ആഴത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. Let me repeat, the intensity of trial is controlled by the faithfulness of God. നിന്റെ ടെമ്പറേച്ചർ എവിടെ വരെ കയറണമെന്ന്, നിന്റെ കൗണ്ട് എവിടെ വരെ താഴണമെന്ന്, നിനക്കെതിരെ എന്തോ വരെ പറയണമെന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തത തീരുമാനിക്കും. അതുകൊണ്ട് ആ വിശുദ്ധ പൗലോസ് ഇങ്ങനെ ഒരു ഭാഗം പറഞ്ഞു. 1 കൊരിന്ത്യർ 10:13 ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അതിനോട് ചേർത്ത് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പോ ഓരോ പ്രാവശ്യവും പരീക്ഷയുടെ തോത് കൂടുന്നതാകുമ്പോൾ, പരീക്ഷയുടെ തോത് കൂടുന്നതിന് മുമ്പേ ദൈവം നോക്കും, ഈസ് ഹി ഏബിൾ ടു സർവൈവ്, ഈസ് ഹി ഏബിൾ ടു പാസ് ഓൺ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, പരീക്ഷ നേരിടുവാൻ ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. നിങ്ങൾ സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. പലപ്പോഴും നീ പറയത്തില്ലേ, എനിക്ക് സഹിക്കാൻ വയ്യ കർത്താവേ എന്ന്. ചുമ്മാതാ. നിനക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷയും, എനിക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷയും എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടില്ല. ഇന്ന് പകൽ നീ തിരിച്ചറിയണം. ആമേൻ. ഒരു അൺബിയറബിൾ പെയിൻ ഒരിക്കലും എൻ്റെ ദൈവം എനിക്ക് തരത്തില്ല. നിന്റെ എബിലിറ്റിക്ക് മീതെ, നിന്റെ പ്രാപ്തിക്ക് മീതെ,
നിന്റെ സർവൈവൽ എബിലിറ്റിക്ക് മീതെ ഒരു പരീക്ഷ നിനക്ക് വരത്തില്ല. കാരണം നിന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തൻ. ലോകം പറയും മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല. ബുദ്ധമതം അതാണ് പറയുന്നത്. മനുഷ്യനിൽ എല്ലാവർക്കും കഷ്ടതയുണ്ട്. അത് സാർവലൗകികമാണ്, അത് സാർവത്രികമാണ്. ബുദ്ധമതം പറയും എല്ലാവർക്കും കഷ്ടമുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വചനം മനുഷ്യർക്കെല്ലാം കഷ്ടതയുണ്ടെന്നല്ല പറയുന്നത്. നിന്റെ സർവൈവൽ എബിലിറ്റിയെ, കപ്പാസിറ്റിയെ നോക്കിയിട്ട് അതിനേറ്റവണ്ണമുള്ള പരീക്ഷയെ നിനക്ക് തരത്തുള്ളൂ. ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞിട്ട് പിശാചല്ല എൻ്റെ പരീക്ഷയുടെ തോത് നിയമിക്കുന്നത്. പിശാചല്ല എനിക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറയണമെന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരതിരിടും. അതിരിട്ടിട്ട് ആ അതിരിനകത്ത് എനിക്ക് പരീക്ഷ നേരിടുകയുള്ളൂ. യോബിന് വന്ന കഷ്ടതകളെല്ലാം പിശാചു കൊണ്ടുവന്നതാ. പക്ഷെ അത് മുഴുവനും ദൈവം ഇട്ട അതിരിന്റെ അവിടെ നിന്നു. എടാ കള്ള സാത്താനെ, നീ തലകുത്തി നിന്നിട്ടോ. നീ ചിന്തിച്ച് എൻ്റെ ദൈവം ഇട്ട അതിരിനപ്പുറം ഒരു രോമം പറിക്കാൻ നിനക്ക് യോബിന്റെ മേളിൽ കഴിഞ്ഞോ? ഇല്ല. നീ പറിച്ച ഓരോ രോമവും എൻ്റെ ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലടാ സാത്താനെ. ഇന്ന് പകൽ അഭിഷക്ത ദൈവജനം വിളിച്ചു പറഞ്ഞാട്ട് എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത നിലനിൽക്കുന്നിടത്തോളം എൻ്റെ പ്രാപ്തിക്ക് മീതെ, എൻ്റെ സഹനത്തിന് മീതെ ഒരു പരീക്ഷയും ഉണ്ടാകുകയില്ല. ജീസസ്. ഇനി അടുത്തതായിട്ട് എന്താ പറയുന്നതെന്നറിയാം? സംടൈംസ് ശത്രു ആ ലെവലിനെ ക്രോസ് ചെയ്യാൻ നോക്കും. ശത്രു ആ ലെവലിനെ ക്രോസ് ചെയ്യാൻ നോക്കിയാൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നെ ആ പരീക്ഷയിൽ നിന്ന് എടുത്തങ്ങ് മാറ്റും. നിന്നെ പരീക്ഷയിൽ നിന്ന് എടുത്തു മാറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, He shall also make a way to escape that you may be able to bear it. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പരീക്ഷ മാറിപ്പോകുമെന്നല്ല. പകരം ഒരു ബെയറബിൾ, ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ലെവലിൽ ആ പരീക്ഷയെ ദൈവം മാറ്റിത്തരും. ഇന്ന് പകൽ പരീക്ഷയിൽ നീ തകരത്തില്ല, പോരാട്ടത്തിൽ നീ തകരത്തില്ല. എരുതിയിൽ വീണാലും നീ ഏകനല്ല. വീഴുന്നത് ദൈവത്തിൻ്റെ കരങ്ങൾക്കകത്താ. നീ ഉറപ്പിച്ച് വിശ്വസിക്ക്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാ, ദൈവത്തിൻ്റെ വിശ്വസ്തതയാ, ദൈവത്തിൻ്റെ വിശ്വസ്തതയാ നിന്റെ പരീക്ഷയെ നിയന്ത്രിക്കുന്നത്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, സ്തോത്ര, പരീക്ഷ സഹനത്തിൻ്റെ അളവ്, നിന്റെ സഹനത്തിൻ്റെ അളവൊത്തവണ്ണമേ പരീക്ഷ സംഭവിക്കത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാ. എന്നാൽ തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു പോയിന്റ് കൂടെ പൗലോസ് എഴുതി വെച്ചോ. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം, പരീക്ഷയുടെ ദിനത്തിൽ പിശാച് കൊട്ടയും കുറുവടിയുമായിട്ടിരിക്കുക നിന്നെ പിടിച്ചോണ്ട് പോകാൻ. പക്ഷേ ദൈവം വിശ്വസ്തൻ. പ്രതിസന്ധികളിൽ അവൻ നിന്നെ ഉറപ്പിച്ചു നിൽക്കുക. ഈ കഷ്ടതയ്ക്കകത്ത് നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് പിശാച് വട്ടമിട്ട് നടക്കുമ്പോൾ ദൈവം ഇന്ന് നിന്നോട് പറയുന്നു, അവന്റെ കയ്യിൽ പെടാതെ വേണം നിന്നെ കാത്തുകൊള്ളും. ഞാനൊരു പേഴ്സണൽ ദൂതിനെ കൈമാറുകയാണ്. നിന്റെ മേലൊരു വല്ലാത്ത ക്രൈസിസ് കടന്നു വന്ന് ആ ക്രൈസിസിൻ്റെ നടുവിൽ നീ ചില പ്രോപ്പർട്ടികളെ സെയിൽ ചെയ്ത്, നീ ചില വിഷയങ്ങളെ വിറ്റുകളഞ്ഞ്, നീ നിന്റെ വീട് മാറി നീ വേറൊരിടത്ത് പോകും. അത് പിശാചിൻ്റെ ഒരു പ്ലാനാണ്. ഹോളി സ്പിരിറ്റ്, ഒരു ക്രൈസിസ്, വല്ലാത്ത ക്രൈസിസ് വരും. ആ ക്രൈസിസിൻ്റെ നടുവിൽ നീ വീട് വിൽക്കോ, അത് നിന്റെ പ്രോപ്പർട്ടി മുഴുവൻ വിട്ടിട്ട് നീ ആ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകാം. അബസേൽത്തേനി, അങ്ങനെ നിന്റെ വീടും അങ്ങനെ നിന്റെ പുരയിടവ, അങ്ങനെ നീ ആഗ്രഹിച്ച് ചെയ്തത് മുഴുവനോ അവൻ്റെ കയ്യിലിരിക്കുക. ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ ആ സ്ട്രാറ്റജി സംഭവിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കർത്താവ് വിശ്വസ്തൻ. നിന്റെ പ്രോപ്പർട്ടി അവൻ്റെ കയ്യിൽ പോകത്തില്ല. നിന്റെ പ്രോപ്പർട്ടി അവൻ്റെ കയ്യിൽ പോകത്തില്ല. അത് സെയിൽ ബോർഡ് വെക്കത്തില്ല, അത് ഓൺ സെയിൽ ബോർഡ് വെക്കത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാല നിനക്കെതിരെയുള്ള ചില ഡിമോണിക് സ്ട്രാറ്റജികളെ പൊളിച്ചു കളയുന്നു. ഞാൻ പേഴ്സണലി ദൂത് കൈമാറുന്നു. നീ നഷ്ടത്തിൽ കയറി, നീ കുളം തോണ്ടി അത് വേറൊരുത്തിന് കൈമാറുമെന്ന്
എന്ന് പിശാചിട്ടിരിക്കുന്ന പദ്ധതി ഇന്ന് പകൽ ദൈവസഭയുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ദൈവം എന്റെ മേലിട്ട അഭിഷേകത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസലാക്കുന്നു. ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം പറയുകയാണ്. ഈ ദിവസങ്ങളിലെ വൈകിട്ടത്തെ യോഗങ്ങൾ, 4 യോഗങ്ങൾക്കും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന റെവലേഷൻ ഇതാണ്: ക്യാൻസലേഷൻ പ്രയർ. 4 ഭാഗങ്ങളായി ക്യാൻസലേഷനുകളാണ്. ആമേൻ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഏത് പ്രതിസന്ധിക്കകത്ത് വന്നാലും, ഏത് വെല്ലുവിളിക്കകത്ത് വന്നാലും ശത്രു നിന്നെ കൊണ്ടുപോകത്തില്ല. ശത്രു നിന്നെ കൊണ്ടുപോകത്തില്ല. He will keep you safe because he is faithful. ഇന്ന് പകൽക്കാലം നിനക്ക് ദൈവത്തെ വിശ്വസ്തനെന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ദൈവത്തെ വിശ്വസ്തനെന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ദൈവത്തെ വിശ്വസ്തനെന്ന് ഏറ്റു പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ സഹോദരങ്ങളെ, ദൈവം വിശ്വസ്തൻ. ഏറ്റവും പ്രധാനമായ ദൈവത്തിൻ്റെ വിശ്വസ്തത. പൗലോസ് പറയുകയാണ്, ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അപ്പം കൂട്ടായ്മയിലേക്ക് ദൈവം വിളിക്കണം. അതൊരു കൃപയാണ്. കൂട്ടായ്മയിലേക്ക് ദൈവം വിളിക്കണം. കൂട്ടുകെട്ടിലേക്ക് ദൈവം വിളിച്ചെന്നല്ല, കൂട്ടായ്മയിലേക്ക് ദൈവം വിളിക്കണം. കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെടുന്നവൻ ഒരു വിശ്വസ്തത അറിയും. എന്താണ് ആ വിശ്വസ്തത എന്നറിയാം? 1 കൊരിന്ത്യർ 1:9 പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്താണ് ഈ വിശ്വസ്തത എന്ന് നാം ശ്രദ്ധിച്ചാൽ, ആ ഭാഗം ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദൈവവചന ശുശ്രൂഷയാകുമ്പോൾ പൂർണ്ണമാകണമല്ലോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് വിളിച്ചവന്റെ വിശ്വസ്തത കാണുവാൻ കഴിയുന്നത്. 1 തെസ്സലോനിക്കർ 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. എന്തു ചെയ്യും? അവനത് നിവർത്തിക്കും. വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്തു ചെയ്യും? വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? He is faithful to do it, perform it, fulfill it. ദൈവം അത് നിവർത്തിക്കും. ദൈവം അത് പൂർത്തീകരിക്കും. ദൈവം പൂർത്തീകരിക്കും. ഇന്ന് പകൽ നിനക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് മനുഷ്യനല്ല. നിനക്കൊരു കൺക്ലൂഷൻ എഴുതുന്നത് മനുഷ്യനല്ല. He shall perfect it. ഇന്ന് പകൽ ഞാനൊരു ചോദ്യം തിരികെ ചോദിക്കുകയാണ്. ദൈവം വിശ്വസ്തനെന്ന് ഞാൻ പ്രസംഗിക്കുന്നു. ദൈവം വിശ്വസ്തനെന്ന് നമ്മൾ ഏറ്റുപറയുന്നു. പക്ഷേ ദൈവം വിശ്വസ്തനെന്ന് ഏറ്റുപറയുന്നതിനകത്തുള്ള അനുഗ്രഹം എന്താണ്? എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ സാറയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. അപ്പൊ ദൈവത്തെ വിശ്വസ്തനെന്ന് ഏറ്റുപറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ അകത്ത് വിശ്വാസമുണ്ടാകണം. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ. എന്താ എണ്ണിയത്? എന്താ പറഞ്ഞത്? ദ ലോർഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അതെന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഞാൻ അതിനകത്ത് ഇങ്ങനെ പറയുകയാണ്: സ്തോത്രം. നീ വിശ്വസ്തനെന്ന് എണ്ണിയാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, സമയം കഴിഞ്ഞുവെന്ന് പറഞ്ഞതിനെ നീ നടത്തിയെടുക്കും. നീ ദൈവത്തെ വിശ്വസ്തനെന്ന് പറഞ്ഞാൽ സമയം നിനക്കൊരു പ്രശ്നമാകത്തില്ല. കാലം കഴിഞ്ഞുവെന്ന് ആരൊക്കെ പറയും, പക്ഷെ നീ പറയും കഴിഞ്ഞിട്ടില്ല. ജീസസ്. അടുത്തത് ഇങ്ങനെയാണ് പറയുന്നത്: സാറ വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ സാറയുടെ അകത്ത് എന്തോ ഉണ്ടായി? ശക്തി ലഭിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, എത്ര പേർ പറയുന്നു, whenever you consider Lord, count Lord as faithful. നീ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണാൻ തുടങ്ങിയാൽ ദൈവം നിന്റെ അകത്ത് എന്തോ ഇമ്പാർട്ട് ചെയ്യാൻ തുടങ്ങും, ശക്തി തരാൻ തുടങ്ങും. മലയാളത്തിൽ പറയുന്നത് സാറയും ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണി എന്നാണ് പറയുന്നത്. പക്ഷെ KJVയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഷീ ജഡ്ജ്ഡ് ഗാഡ്. അവൾ അവളുടെ മുറിയിൽ ഇരുന്ന് പറഞ്ഞു, അവൾ ജഡ്ജ് ചെയ്തു ദൈവത്തെ.
അവനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നു, അവൻ വിശ്വസ്തനാണ്. She judged him faithful and received strength. ഇന്ന് പകൽ അധരം തുറന്ന് പറ, എൻ്റെ ദൈവം വിശ്വസ്തൻ. നീ ഉറക്കെ പറ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അത് ഉറപ്പുള്ളവർ മാത്രം അങ്ങനെ എണ്ണി എന്ന് മലയാളത്തിൽ പറയുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ KJV പറയുന്നത് ഷീ ജഡ്ജ്ഡ് ഹിം ഫെയ്ത്ത്ഫുൾ.